വെൽക്കം ബാക്ക് അവർ ചാനൽ. ബേസിക് ഇലക്ട്രോണിക്സ് ആൻഡ് സർക്യൂട്ട്സിൽ ഇനി നമ്മൾ പറയുന്നത് പുതിയ ടോപ്പിക്കാണ്, പവർ സപ്ലൈ. ബേസിക് ഇലക്ട്രോണിക്സിലെ ഒരു അവസാനത്തെ ടോപ്പിക് കൂടിയാണ് ഈ ഒരു പവർ സപ്ലൈ എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് പ്രധാനമായിട്ടും മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ പവർ സപ്ലൈയുടെ എക്സ്പ്ലനേഷൻ, അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈപ്സ്, അൺറെഗുലേറ്റഡ് പവർ സപ്ലൈ, regulated power supply, types of regulation, stabilizers, SMPS, UPS സിസ്റ്റം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ പവർ സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോണിക് ഡിവൈസ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഡിവൈസുകൾ പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം? നല്ലൊരു പവർ സപ്ലൈ സിസ്റ്റം ആവശ്യമാണ്. ഒരു ലോഡിലേക്ക്, ഒരു ഇലക്ട്രിക്കൽ ലോഡിലേക്ക് ആവശ്യമായിട്ടുള്ള ഇലക്ട്രിസിറ്റി എത്തിക്കുന്ന സംവിധാനത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പവർ സപ്ലൈ എന്ന് പറയുന്നത്. ഒരു ലോഡിലേക്ക്, ഒരു ഇലക്ട്രിക്കൽ ലോഡിലേക്ക് ആവശ്യമായിട്ടുള്ള ഇലക്ട്രിസിറ്റി എത്തിക്കാനുള്ള സംവിധാനമാണെന്ത്? പവർ സപ്ലൈ. ഈ പവർ സപ്ലൈ എന്ന് പറയുമ്പോൾ അത് ഇലക്ട്രിക്കൽ ലോഡിന് ആവശ്യമായ രീതിയിൽ എന്ത് ചെയ്യണം? അതിൻ്റെ വോൾട്ടേജ്, കറണ്ട്, ഫ്രീക്വൻസി ഇതൊക്കെ കൃത്യമായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ? ആ ഒരു ലോഡിലേക്ക് എത്തിക്കാൻ. അപ്പോൾ അങ്ങനെ ഒരു ലോഡിന് ആവശ്യമായ രീതിയിൽ ഇലക്ട്രിസിറ്റി എന്ത് ചെയ്യണം? അതിൻ്റെ വോൾട്ടേജ്, കറണ്ട്, ഫ്രീക്വൻസി ഇതൊക്കെ കൺവേർട്ട് ചെയ്തിട്ട് ലോഡിന് ആവശ്യമായ രീതിയിലാക്കി മാറ്റുന്ന ഒരു ഫംഗ്ഷനാണ് പവർ സപ്ലൈ ചെയ്യുന്നത്. നമ്മൾ പവർ സപ്ലൈ എന്ന് പറയുമ്പോൾ നമുക്ക് പവർ സപ്ലൈയുടെ ധാരാളം സോഴ്സുകളുണ്ട്. സാധാരണഗതിയിൽ നമുക്ക് കിട്ടുന്നത് ട്രാൻസ്മിഷൻ ലൈൻസ് നിന്നാണ് എന്ത് ചെയ്യുന്നത്? പവർ സപ്ലൈ നമുക്ക് ലഭ്യമാകുന്നത്. ഇത് കൂടാതെ ബാറ്ററികൾ, അതുപോലെ സോളാർ സിസ്റ്റം, അങ്ങനെ പല രീതിയിൽ എന്ത് കിട്ടുന്നുണ്ട്? പവർ സപ്ലൈ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ലോഡ് എന്താണോ, അല്ലെങ്കിൽ ആ ഉപകരണം എന്താണോ, ആ ഉപകരണത്തിലേക്ക് കൊടുക്കുന്നതിൻ്റെ രൂപത്തിലേക്ക് ആക്കി മാറ്റുന്നതാണ് എന്ത്? പവർ സപ്ലൈയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ സാധാരണ പവർ സപ്ലൈയെ കുറിച്ച് പറയുമ്പോൾ രണ്ട് രീതിയിലാണ് പവർ സപ്ലൈ നമ്മൾ പറയുക. AC പവർ സപ്ലൈ ഉണ്ട്, അതുപോലെ തന്നെ DC പവർ സപ്ലൈ ഉണ്ട്. AC പവർ സപ്ലൈ, അതുപോലെ DC പവർ സപ്ലൈ, രണ്ട് രീതിയിലാണ് പവർ സപ്ലൈ സിസ്റ്റങ്ങൾ നമ്മൾ പറയുന്നത്. നമ്മൾ മുൻപ് സൂചിപ്പിച്ചിരുന്നു, ഇലക്ട്രിക്കൽ ഐറ്റംസ് ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്? നേരിട്ട് AC സോഴ്സിൽ വർക്ക് ചെയ്യുന്ന ഉപകരണങ്ങളെന്ന് പറയുന്നത്. എന്നാൽ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് എല്ലാം വർക്ക് ചെയ്യുന്നത് DC സോഴ്സ് ഉപയോഗിച്ചിട്ടാണ്. DCയുടെ ആണ് എന്ത് ചെയ്യുന്നത്? അല്ലെങ്കിൽ DC ആണ് എന്തിനാവശ്യം? ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്ക് ആവശ്യം. അപ്പോൾ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം? ഒരു DC പവർ സപ്ലൈ ആണ് അപ്പോൾ നമുക്ക് ആവശ്യം. അപ്പോൾ നമ്മൾ കൂടുതലായിട്ടും എങ്ങനെയാണ് ഈ AC-യെ DC ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന രൂപത്തിലാണുള്ളതാണ് എന്ത് ചെയ്യുന്നത്? പവർ സപ്ലൈസിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ കൂടുതലായിട്ടും നോക്കുന്നത്. ഇലക്ട്രോണിക് ഇൻസ്ട്രുമെൻറ്റ്സ് പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം? ഒരു നല്ലൊരു DC പവർ സപ്ലൈ ആവശ്യമാണ്. ഇലക്ട്രോണിക് സർക്യൂട്ടിന് ആവശ്യമായ രീതിയിൽ പവർ സപ്ലൈ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണ്? പവർ സപ്ലൈ ആക്കി മാറ്റുന്നത് എങ്ങനെയാണ്? റെക്ടിഫയർ, ഫിൽട്ടർ, റെഗുലേഷൻ, ഇങ്ങനെയുള്ള ധാരാളം പ്രോസസ്സ് വഴിയാണ് എന്ത് ഉണ്ടാക്കിയെടുക്കുന്നത്? നല്ലൊരു പവർ സപ്ലൈ ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരു പവർ സപ്ലൈയുടെ അല്ലെങ്കിൽ ഇലക്ട്രോണിക് സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന ഒരു പവർ സപ്ലൈയുടെ ബേസിക് ബ്ലോക്ക് ഡയഗ്രാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. സാധാരണ അതിൽ നമ്മൾ ഉപയോഗിക്കുന്നൊരു പവർ സപ്ലൈയുടെ ബേസിക് ആയിട്ടുള്ളൊരു ബ്ലോക്ക് ഡയഗ്രാമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ കാണിച്ചിരിക്കുന്നത് ട്രാൻസ്ഫോമർ, റെക്ടിഫയർ, ഫിൽറ്റർ, റെഗുലേറ്റർ, പിന്നെ ഔട്ട്പുട്ട് ലോഡ്. ആ ലോഡ് എന്തിലേക്കാണോ നമ്മൾ ഈ സപ്ലൈ കൊടുക്കുന്നത് അതാണ് എന്തായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്? ലോഡായിട്ട് അവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ ഒരു ബ്ലോക്ക് ഡയഗ്രത്തിൻ്റെ വർക്ക്, അല്ലെങ്കിൽ ഈ ഒരു പവർ സപ്ലൈ യൂണിറ്റിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇൻപുട്ട് സിഗ്നൽ എന്ത് ചെയ്യുന്നു? ഇൻപുട്ട് സിഗ്നൽ AC, ഇവിടെ AC വേവ് ഫോമാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ ഇവിടെ കാണിച്ചിട്ടുള്ളത് ഒരു DC പവർ സപ്ലൈയുടെ ബ്ലോക്ക് ഡയഗ്രമാണ്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് എങ്ങനെയാണ്? നമുക്ക് ലഭ്യമാവുന്നത് എപ്പോഴും എന്താണ്? AC ആണ് കൂടുതലായിട്ട് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? AC-യെ DC ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന രീതിയാണ് നമ്മൾ സാധാരണ എപ്പോഴും ഉപയോഗിക്കുന്നത്. അപ്പോൾ DC പവർ സപ്ലൈ എന്ന് പറയുമ്പോൾ അതിലേക്കൊരു AC സിഗ്നൽ കൊടുത്തിട്ട് അതിനെ DC ആക്കി മാറ്റുന്ന രൂപമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഇൻപുട്ടിൽ വരുന്ന AC സിഗ്നൽ കാണിച്ചിരിക്കുന്നു. ഇൻപുട്ട് AC സിഗ്നൽ നേരെ എവിടേക്കാണ് പോകുന്നത്? ട്രാൻസ്ഫോമറിലേക്കാണ് കൊടുക്കുന്നത്. ഇവിടെ ഈ ട്രാൻസ്ഫോമറിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നുള്ളതായിട്ട് നമുക്കറിയാം. ട്രാൻസ്ഫോമറിൻ്റെ ആവശ്യം എന്ന് പറയുമ്പോൾ നമ്മളുടെ ഈ ലോഡ് വർക്ക് ചെയ്യുന്നത് എത്ര വോൾട്ടിനാണോ ഉള്ളത് ആ ഒരു വോൾട്ടേജ് ലെവലിലേക്ക്, ലോഡിന് ആവശ്യമായ വോൾട്ടേജ് ലെവലിലേക്ക് എന്ത് ചെയ്യണം? ആ വരുന്ന
എ സി വോൾട്ടേജിനെ കുറയ്ക്കേണ്ടി വരും. കാരണം വരുന്നത് 230 വോൾട്ടായിരിക്കും, 230 വോൾട്ടായിരിക്കും വരുന്നുണ്ടാവുക. ആ വരുന്ന വോൾട്ടിനെ എന്ത് ചെയ്യുന്നു, കുറയ്ക്കാനുള്ള സംവിധാനമാണ് അവിടെ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡി സി പവർ സപ്ലൈകളിൽ അധികം ഉപയോഗിക്കുന്നത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമേഴ്സാണ്. ഇനി ഏതെങ്കിലും അവസരങ്ങളിൽ ഈ ലോഡിന് അതിനേക്കാളും കൂടിയ വോൾട്ടാണ് ആവശ്യമെങ്കിൽ എന്ത് ചെയ്യും, അവിടെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും ഉപയോഗിക്കും. അപ്പോൾ ഈ രീതിയിൽ ഇൻപുട്ട് എ സി വോൾട്ടിനെ നമുക്ക് ആവശ്യമായ രീതിയിൽ എന്ത് ചെയ്യാൻ, വോൾട്ടേജിനെ കുറയ്ക്കുവാനോ അല്ലെങ്കിൽ കൂട്ടുവാനോ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, സാധാരണ ട്രാൻസ്ഫോമേഴ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു സർക്യൂട്ടിൽ വോൾട്ടേജ് ഡ്രോപ്പ് ചെയ്യാനാണ് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ വോൾട്ടേജിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്യാനാണ് ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ കൊടുക്കുന്ന സിഗ്നലിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ട് അതിൻ്റെ രൂപം കുറച്ച്, അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കുറച്ച് എന്ത് ചെയ്യുന്നു, കുറയ്ക്കുന്നു. വോൾട്ടേജിനെ ആവശ്യമായ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, വോൾട്ടേജിനെ കുറയ്ക്കുന്നു. അതിനുശേഷം പിന്നെ റെക്ടിഫയറിലേക്ക് കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു, ആ ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് വരുന്ന എ സി എന്ത് ചെയ്യുന്നു, റെക്ടിഫയർ ഡി സി ആയിട്ട് എന്ത് ചെയ്തു, കൺവേർട്ട് ചെയ്തു. ഇവിടെ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഒരു ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ രൂപത്തിലാണ്. അത് ഏത് റെക്ടിഫയർ വേണമെങ്കിലും ഉപയോഗിക്കാം. ഹാഫ് വേവ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഫുൾ വേവ് ഉപയോഗിക്കാം. ഏതാണോ നമുക്ക് ആവശ്യം അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, അവിടെ ഒരു റെക്ടിഫയർ സർക്യൂട്ട് ഉപയോഗിക്കാം. അപ്പോൾ പവർ സപ്ലൈയിൽ എന്ത് ചെയ്യുന്നു, കിട്ടുന്നതിനനുസരിച്ച് പിന്നെ അതിനെ എ സി ഡി സി ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ നമുക്കറിയാം എ സിയെ ഡി സി ആക്കി മാറ്റി കഴിഞ്ഞാൽ എന്തുണ്ടാവും, അത് ഇപ്പോൾ കിട്ടിയ സിഗ്നൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാലോ എന്താണ്, അതൊരു പൾസേറ്റിംഗ് ഡി സി ആണ്. എ സി ഡി സി ആക്കി മാറ്റുമ്പോൾ എന്തുണ്ട്, അതിൽ പൾസ് കലർന്ന ഡി സി ആണ് നമുക്ക് അവിടെ കിട്ടിയത്, ഔട്ട്പുട്ടിൽ കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ആ ഡി സി നേരിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇലക്ട്രോണിക് സർക്യൂട്ടുകളിൽ ഉപയോഗിക്കാൻ സാധിക്കില്ല. ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള വർക്കിംഗ് ആയിരിക്കില്ല അപ്പോൾ എന്ത് ചെയ്യുക, നടക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ആ എ സി വേവ് ഫോമിനെ പിന്നെ ഒരു ഫിൽറ്റർ സർക്യൂട്ട് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഫിൽട്ടർ ചെയ്യുന്നു. ഫിൽട്ടർ സർക്യൂട്ടും റെക്ടിഫയർ സർക്യൂട്ടും അതിൻ്റെ പ്രവർത്തനം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിന് മുമ്പുള്ള സർക്യൂട്ടുകളിൽ പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫിൽറ്ററിൻ്റെ സർക്യൂട്ട് എങ്ങനെയാണ് അല്ലെങ്കിൽ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, അറിയാം. ഫിൽറ്ററായിട്ട് സാധാരണ എന്തൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, ഇൻഡക്ടറുകളോ അല്ലെങ്കിൽ കപ്പാസിറ്ററുകളൊക്കെയാണ് ഇത് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. ഇവിടെ സാധാരണ കപ്പാസിറ്റർ ഫിൽറ്റർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു, അതിനൊന്ന് ഫിൽറ്റർ ചെയ്യുന്നു. ഫിൽറ്റർ ചെയ്യുമ്പോൾ എന്തുണ്ടാവും, അതിൻ്റെ ആ റിപ്പിൾ പോയിട്ട് അതൊരു ഡി സി ലെവലിലേക്ക് ഉയർന്ന സിഗ്നലായിട്ട് മാറി. അപ്പോൾ ഫിൽറ്ററും എന്താണ് ഒരു പവർ സപ്ലൈ യൂണിറ്റിൻ്റെ ഭാഗം, ഡി സി പവർ സപ്ലൈയുടെ ഭാഗമാണെന്ത്, ഫിൽറ്റർ സർക്യൂട്ട് എന്ന് പറയുന്നത്. അതിനുശേഷം പിന്നെ ഉള്ളത് എന്താണ്, റെഗുലേറ്റർ സർക്യൂട്ടാണ്. അതിനുശേഷം പിന്നെ ഉള്ളത് റെഗുലേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ വരുന്ന ഈ ഫിൽറ്ററിൻ്റെ ഔട്ടിൽ വരുന്ന സിഗ്നൽ എന്ന് പറയണത്, ഫിൽറ്ററിൻ്റെ ഔട്ട് കിട്ടിയ സിഗ്നൽ എങ്ങനെയായിരിക്കും, അത് ഇൻപുട്ടിൽ വരുന്ന വേരിയേഷൻസ് ഉള്ള സിഗ്നലായിരിക്കും. ഇൻപുട്ടിന് അനുസരിച്ചിട്ട് എന്തുണ്ടാവും, ഫിൽറ്ററിൻ്റെ ഔട്ട്പുട്ടിൽ കിട്ടുന്ന സിഗ്നലിന് വേരിയേഷൻസ് ഉണ്ടായിരിക്കും. അത് ഇൻപുട്ട് കൂടിക്കഴിഞ്ഞാൽ ഔട്ട്പുട്ട് കൂടും, ഇൻപുട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ടിൽ കുറവ് സംഭവിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ഫ്ലക്ച്വേഷൻ വന്ന രീതിയിൽ അല്ലെങ്കിൽ വേരിയേഷൻ വരുന്ന രൂപത്തിലുള്ള ഡി സി ആണ് ഇവിടെ കിട്ടുന്നത്, ഈ ഒരു ഫിൽറ്റർ സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ടിൽ കിട്ടുന്നുണ്ടായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുന്നു, ആ ഒരു വേരിയേഷൻ വന്ന ഡി സിയെ റെഗുലേറ്റർ എന്ത് ചെയ്യുന്നു, ഔട്ട്പുട്ടിൽ സ്ഥിരമായിട്ട് ഡി സി കിട്ടുന്ന രൂപത്തിലേക്ക് ആക്കി മാറ്റാൻ വേണ്ടി എന്ത് ഉപയോഗിക്കും, അവിടെ ഒരു റെഗുലേറ്റർ സർക്യൂട്ട് ഉപയോഗിക്കും. അപ്പോൾ നമുക്കറിയാം ഫിൽറ്ററിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നത് ഇൻപുട്ട് എ സിയുടെ വേരിയേഷൻ അനുസരിച്ചിട്ടുള്ള വ്യത്യാസം വന്നിട്ടുള്ള ഡി സി ആണ്. അത് ഒഴിവാക്കാനാണ് എന്ത് ചെയ്യുന്നത്, റെഗുലേറ്റർ അവിടെ ഉപയോഗിച്ചത്. അപ്പോൾ റെഗുലേറ്റർ ഉപയോഗിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, ലോഡിലേക്ക് ആവശ്യമായ രീതിയിൽ റെഗുലേഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള റെഗുലേറ്ററുകളാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ റെഗുലേഷൻ നടത്തി കഴിഞ്ഞാൽ ഔട്ട്പുട്ടിൽ എന്ത് കിട്ടും, കോൺസ്റ്റൻ്റ് ആയിട്ട് ലോഡിലേക്ക് കിട്ടുന്ന വോൾട്ട് എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു വോൾട്ടേജ് ആയിരിക്കും. ഈ രീതിയിലാണ് സാധാരണ ബേസിക്കലി ഒരു പവർ സപ്ലൈ സിസ്റ്റം പ്രവർത്തിക്കുന്നത്. ട്രാൻസ്ഫോമർ, റെക്ടിഫയർ, ഫിൽറ്റർ, റെഗുലേറ്റർ, ഇത്രയാണ് ബേസിക്കലി എന്തുള്ളത്, ഒരു പവർ സപ്ലൈ സിസ്റ്റത്തിൻ്റെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇത് വെച്ചിട്ടുള്ള സർക്യൂട്ടൊക്കെ നമുക്കറിയാം. ട്രാൻസ്ഫോമർ വെച്ചിട്ടുള്ള റെക്ടിഫയറും അതുപോലെ തന്നെ ഫിൽറ്റർ സർക്യൂട്ടുകളും റെഗുലേറ്റർ സർക്യൂട്ടുകളും ഇതിന് മുൻപത്തെ ടോപ്പിക്കുകളിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ ഒന്നിച്ച് ഉപയോഗിച്ചിട്ടുള്ള പവർ സപ്ലൈ സർക്യൂട്ട് നമുക്ക് എന്ത് ചെയ്യാം പറയാം. അപ്പോൾ ആദ്യം ബേസിക്കലി ഈ ഒരു പവർ സപ്ലൈ സർക്യൂട്ടിൻ്റെ അല്ലെങ്കിൽ പവർ സപ്ലൈയുടെ വർക്കിംഗ് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വയ്ക്കുക. ഡി സി പവർ സപ്ലൈയുടെ ബ്ലോക്ക് ഡയഗ്രാം.